അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായ പരീക്ഷണങ്ങളാൽ നിറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ വാക്കുകളും, നമ്മുടെ എല്ലാ മേഖലകളിൽ സംഭവിക്കുന്നതെല്ലാം റബ്ബിൻ്റെ പരീക്ഷണമാണ് എന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ അവൻ്റെ വിശ്വാസം. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനീയൻ എന്ന് നമ്മൾ ഒരുപാട് തവണ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എല്ലാം പരീക്ഷിക്കും. അതിൽ സൂറത്തുൽ ബഖറയിൽ വ്യത്യസ്ത തലങ്ങൾ സൂചിപ്പിക്കുന്നു. അത് ഇപ്രകാരമാണ്: വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുകയാണ്, അല്ലയോ വിശ്വാസികളെ, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിച്ചാലും, ഏത് മേഖലയിൽ നാം എത്തിയാലും, ഏത് തരത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോയാലും റബ്ബിൻ്റെ പരീക്ഷണം നമ്മിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ഏതെല്ലാം തരത്തിൽ? ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ കാണുന്നൊരു വിഷയമാണ് ഭയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളിൽ നമുക്ക് ഭയമുണ്ടാകാം. ഇപ്പോൾ ചില ആൾക്കാർ സാധാരണ പറയാറുണ്ട്, ഇരുട്ടിനെ ഭയമാണ്, ചില മൃഗങ്ങളെ ഭയമാണ്, കുട്ടികളാണെങ്കിൽ മുതിർന്ന ചില ആൾക്കാരെ ഭയമാണ്, മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചില കുട്ടികളെ ഭയമാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ഭയമുണ്ടാകും. എന്നാൽ നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ഭയം നിറഞ്ഞ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അവരുടെ മനസ്സിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ പൂർണ്ണമായ ക്ഷമയും കൈവരിച്ചുകൊണ്ട് വിജയിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനമാണ് വെള്ളിയാഴ്ച ദിവസം നാം പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലെ ആ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം. നമ്മൾ പരിശുദ്ധ ഖുർആൻ നോക്കുകയാണെങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാണ്, നഹ്നു നഖുസ്സു അലൈക, ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ, നബഅഹും ബിൽ ഹഖ്, സത്യസന്ധമായ കഥ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യസന്ധമായ ഒരു കഥ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാണ്. ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം, ഒരു പ്രത്യേകത, അവർ ഒരുപറ്റം യുവാക്കളാണ്. ആ യുവാക്കൾ റബ്ബിൽ പൂർണ്ണമായ അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുള്ള ഒരു പറ്റം യുവാക്കൾ. വസിദ്നാഹും ഹുദ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം നൽകി, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ റബ്ബിൻ്റെ പാതയിൽ മാത്രം സഞ്ചരിച്ച ഒരു പറ്റം യുവാക്കൾ. പക്ഷേ പിന്നീട് റബ്ബിൻ്റെ ഭയം എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഭയം കൊണ്ട് ജീവൻ നഷ്ടപ്പെടും എന്നുള്ള രൂപത്തിലേക്ക് അവരെത്തി. റബ്ബിൻ്റെ പരീക്ഷണമാണ്. പക്ഷേ ആ പരീക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പരീക്ഷണത്തിൽ ആ ഗുഹാവാസികൾ വിജയിച്ചു. നമ്മൾ ആ സൂറത്തുൽ കഹ്ഫിൽ ആ ചരിത്രം പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കിയാൽ
അവരുടെ അവസാന കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പറ്റം യുവാക്കൾ അള്ളാനെ മാത്രം വിശ്വസിച്ചതിൻ്റെ പേരിൽ ആ നാട്ടിലെ രാജാവിൻ്റെ മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്നു, മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്നു. അങ്ങനെ ആ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അവസാനം ഒരു ഗുഹയിൽ ഒളിക്കേണ്ടി വരുന്നു. ഒരുപാട് കാലം ആ ഗുഹയിൽ അങ്ങനെ അവർ താമസിക്കേണ്ടി വരുന്നു. അങ്ങനെ അള്ളാഹു അവരെ ആ ഗുഹയിൽ സംരക്ഷിക്കുന്നു. അങ്ങനെ അവസാനം അള്ളാഹുവിൻ്റെ അചഞ്ചലമായ അപാരമായ അനുഗ്രഹത്തിൻ്റെ ഫലമായി അവർ പിന്നീട് ആ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സന്ദർഭങ്ങളെല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഭയം കൊണ്ട് പരീക്ഷിച്ച സന്ദർഭങ്ങൾ നമുക്കറിയാം. പ്രവാചകന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തെയും കൊണ്ട് ഫിർഔനിൽ നിന്നും ഓടി ഒളിച്ച് ചെങ്കടലിൻ്റെ അടുക്കലേക്ക് എത്തിയ ചരിത്രം നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ജനങ്ങൾ ചോദിച്ച ചോദ്യം പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുകയാണ്, മത്താ നസ്റുല്ലാ, ഇനി അന്നാണ് അള്ളാഹ് സഹായിക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വസുൽസിലു ഹത്താ യഖൂല റസൂല വല്ലദീന ആമനു മഅഹു, പ്രവാചകനും പ്രവാചകന്മാരുടെ കൂടെയുണ്ടായിരുന്നവരുടെയും കാലുകൾ വരെ പ്രകമ്പനം കൊണ്ടുപോയിട്ടുള്ളൊരു സന്ദർഭം. അവർ ചോദിക്കണം പ്രവാചകനോട്, മത്താ നസ്റുല്ലാ, ഇനി എന്നാണ് അള്ളാഹ് സഹായിക്കുക? പക്ഷേ അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹിൻ്റെ സഹായം വളരെ അടുത്താണ്. അപ്പോൾ ഭയം എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ പരീക്ഷിച്ചു, പ്രവാചകന്മാരുടെ അനുയായികളെയും പരീക്ഷിച്ചു. പക്ഷേ ആ പരീക്ഷണത്തിൽ അവർ ക്ഷമിച്ചതിൻ്റെ പേരിൽ അവർക്ക് സ്വർഗീയ ആരാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. അവർക്ക് രക്ഷപ്പെടുവാനുള്ളൊരു മാർഗം അള്ളാഹ് നൽകി എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമൻ യത്തഖില്ലാഹു യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൽ തഖ്വയിൽ അധിഷ്ഠിതമായ വിശ്വാസം വെച്ചു പുലർത്തുകയാണെങ്കിൽ, യജ്അൽ ലഹു മഖ്റജ, അവന് രക്ഷപ്പെടുവാനുള്ള ഒരു സന്ദർഭം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് കഷ്ടപ്പാടുകൾ വന്നാലും, ഏതെല്ലാം തരത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും, വമൻ യത്തഖില്ല, അവൻ അള്ളാഹുവിനെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരുവനാണോ, യജ്അൽ ലഹു മഖ്റജ, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗം നൽകും എന്നുള്ളതാണ്. ആലോചിക്കണം, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് തരം കഷ്ടപ്പാടുകൾ വന്നാലും റബ്ബിൽ തവക്കുലാക്കി തഖ്വയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള പാതയാണ്. നമ്മൾ ആലോചിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ ഉഹുദിന്റെ രണാങ്കണ ഭൂമിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിടങ്ങിൽ വീഴുകയുണ്ടായി. എന്നാലോചിച്ച് നോക്കുക, ആ സമയത്ത് പ്രവാചകൻ മരണപ്പെട്ടു പോയി എന്നുള്ള ആരോപണം പരക്കെ പരന്നു. കൂടെയുണ്ടായിരുന്ന സ്വഹാബികൾ വിശ്വസിച്ചു പോയിന്ന പ്രവാചകൻ മരണപ്പെട്ടു പോയി എന്നുള്ളത്. അങ്ങനെ ഭയത്താൽ നിറഞ്ഞ് അവർ പല ഭാഗങ്ങളിലേക്കും ചിതറിയോടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടിപ്പോയി. ആ സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയും പ്രവാചകന്റെ തഖ്വയുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് പാഠമായിട്ടുള്ളത്. അത് മാത്രമല്ല, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. മരണം മുന്നിട്ട് കാണാൻ, തൊട്ടു മുന്നിൽ മരണം കാണാൻ. ആ മരണം കാണുന്ന സന്ദർഭത്തിൽ സുമയ്യ ബീവി നാഥനായ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുകയും ആ സമയത്ത് റബ്ബിൻ്റെ അടുക്കലേക്കുള്ള സ്വർഗത്തിനു വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തനം, അങ്ങനെ അവർ കൊല്ലപ്പെടുകയും ചെയ്ത ചരിത്രം നമ്മൾ വായിച്ചതാണ്. അതുപോലെ അമ്മാർ ബിൻ യാസർ തുടങ്ങിയിട്ടുള്ള ആ കുടുംബത്തെ നോക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് നമുക്കറിയാം, യാസർ കുടുംബമേ നിങ്ങൾക്ക് സ്വർഗം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഭയനിമിഡമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് സ്വാഭിരീയങ്ങളായിട്ടുള്ള ആൾക്കാർ, ക്ഷമിക്കുന്ന ജനങ്ങൾക്കാണ് റബ്ബിൻ്റെ സന്തോഷ വാർത്ത ഉള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തേതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമ്മുടെ പരീക്ഷണം വരുന്നത് വിശപ്പിലൂടെയാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിലപ്പോൾ നമ്മൾ വിശപ്പ് കൊണ്ട് റബ്ബിൻ്റെ അടുക്കൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബ് അബീ ത്വാലിബിലും ഖന്തഖ് യുദ്ധം നടക്കുന്ന വേളകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പട്ടിണിയും പരിവട്ടവുമായി പ്രയാസങ്ങളായി നടന്ന ചരിത്രം നമ്മളെല്ലാവരും വായിച്ചതാണ്. അവസാനം ഒന്നും കഴിക്കാനില്ലാതെ, ശഅബ് അബീ ത്വാലിബിൽ ഒന്നും കഴിക്കാനില്ലാതെ, ആ ഒരു താഴ്വരയിൽ വേറെ ഒന്നും ഭക്ഷണമായി ലഭിക്കാനില്ലാതെ അവസാനം അവർ അവിടെയുണ്ടായിരുന്ന ഇലകളും പുല്ലുകളും പോലും ഭക്ഷിച്ചതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. നാലിക്കണം, ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ പ്രവാചകന്റെ അടുക്കൽ ഒരു സ്വഹാബി ഒരു വയറ്റിലൊരു കല്ല് വെച്ച് കെട്ടി പ്രവാചകന്റെ അടുക്കലേക്ക് വരികയും
അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ തൻ്റെ വയറ്റിൽ കെട്ടിവെച്ചിരിക്കുന്ന കല്ലുകൾ കാണിച്ചു കൊടുത്തതും ചരിത്രത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബിൻ്റെ പരീക്ഷണം വിശപ്പിൻ്റെ രൂപത്തിലും നമ്മുടെ അടുക്കലേക്ക് വരും. വനഖ്സിമിനൽ അംവാലി വൽ അൻഫുസ്, നമ്മുടെ അടുക്കലുള്ള പണം മുഴുവൻ ഒരുപക്ഷെ നമുക്ക് നഷ്ടമായി പോയേക്കാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സന്ദർഭം പോലെ, പ്രയാസങ്ങൾ പോലെ, കഷ്ടപ്പാടുകൾ പോലെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിലപ്പോൾ ഒരുപാട് സമ്പത്തൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും. ചില ആൾക്കാർ അതിനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പണം നഷ്ടമായി പോയേക്കാം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ക്ഷമാലുവായി ജീവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജനങ്ങൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അജബൻ ലി അംരിൽ മുഅ്മിൻ എന്ന് പ്രവാചകൻ പറഞ്ഞത് വെറുതെ അല്ലല്ലോ. ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതജനകമാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ഹൈറാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് എന്ത് സംഭവിച്ചാലും ഹൈറാണ്. നമ്മുടെ കാലിലൊരു മുള്ളു കൊണ്ടാൽ അത് നമുക്ക് ഹൈറാണ്. നമുക്കൊരു പ്രയാസം വന്നാൽ നമുക്കത് ഹൈറാണ്. നമ്മൾ രോഗമായി പ്രയാസപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഹൈറെന്തോ വരാനുണ്ട് എന്നുള്ളൊരു ചിന്തയായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലുണ്ടാകേണ്ടത്. ഈ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അഖ്ബറല്ലാഹു ലിൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. എന്താണ്? അന്ന ദുനിയ ദാറുൽ ബലാ, ഈ ദുനിയാവെന്ന് പറയുന്നത് അത് പരീക്ഷണങ്ങളുടെ ഒരു ഗേഹമാണ്. പരീക്ഷണങ്ങളുടെ ഒരു ഗേഹമാണ്. ഈ ലോകത്ത് നമ്മളെ പലതരത്തിൽ അള്ളാഹു പരീക്ഷിക്കും. വ്യത്യസ്തങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള പേരുകളുള്ള അസുഖങ്ങൾ കൊണ്ട് ഒരുപക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ നമ്മിലേക്ക് വന്നു ചേരാം. റബ്ബ് അത്തരത്തിൽ പ്രയാസം വരുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊന്നും ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. അത്തരത്തിൽ പ്രയാസപ്പെടുന്നവരുടെ അസുഖം റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫയാക്കി അവർക്ക് പൂർണ്ണ ആരോഗ്യം റബ്ബ് നൽകുമാറാകട്ടെ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെന്നെത്തുന്ന തരത്തിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരീക്ഷണത്തിൻ്റെ വലയം കൊണ്ട് നിറയ്ക്കും എന്നുള്ളതാണ്. ഈ പരീക്ഷണങ്ങളിൽ പൂർണ്ണമായി വിജയിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് മുത്തക്കികളായ വിശ്വാസികൾ, മുഅ്മിനീങ്ങളായ വിശ്വാസികൾ, ഏറ്റവും മുഹ്സിനീങ്ങളായ മുഖ്ലിസീങ്ങളായ വിശ്വാസികൾ എന്നെല്ലാം നമ്മൾ ചരിത്രത്തിലൂടെയും പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെയും നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ആ ഒരു രൂപത്തിൽ കാണുവാൻ നമ്മൾ തയ്യാറാകണം. എപ്പോഴും റബ്ബിൻ്റെ അടുക്കൽ നന്ദിയുള്ള അടിമയാകി മാറുവാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ നിഅ്മത്തുകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നിഅ്മത്തുകൾക്ക് പകരം നാം ചെയ്തിട്ടുള്ളത് എന്താണ് എന്നൊരു കാര്യം കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളെപ്പോഴും നമ്മൾക്ക് പറ്റിയിട്ടുള്ള പരീക്ഷണങ്ങളിലേക്ക് മാത്രം കണ്ണോടിക്കുന്നവരാണ് നമ്മൾ. എന്തിനാണെന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ പലതവണ നമ്മൾ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ഭാഗത്ത് അള്ളാഹു നമുക്ക് നൽകിയ നിഅ്മത്തുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ അത്രയോളമുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്ക് ലഭിക്കാതെ പോയ നിഅ്മത്തുകൾ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാതെ പോയ കുറേ നന്മകൾ, അല്ലെങ്കിൽ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള പരീക്ഷണങ്ങളുടെ പേരിൽ മാത്രമാണ്. നമ്മൾ ആലോചിക്കണം. പക്ഷേ റബ്ബ് നമ്മോട് ഏറ്റവും സ്നേഹമുള്ള ആളാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആനുണ്ട്. അള്ളാഹുവെ ഇന്നി മസ്സനിയ ദുർറ് വ അൻത അർഹമുർ റഹീമീൻ. അള്ളാഹുവെ എനിക്ക് പ്രയാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരിക്കാൻ, ഞാൻ പ്രയാസം ബാധിച്ച് അങ്ങേയറ്റം പ്രയാസം ബാധിച്ചിരിക്കുകയാണ്. വ അൻത അർഹമുർ റഹീമീൻ. പക്ഷെ അള്ളാഹുവെ നീയാണ് ഏറ്റവും പരമകാരുണ്യകനും ഏറ്റവും കരുണാനിധിയും ഏറ്റവും കരുണ നൽകുന്നവരിൽ ഏറ്റവും കരുണ നൽകുന്നവൻ. അള്ളാഹുവെ നീയാണ് തമ്പുരാനെ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം ഉണ്ടാകണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ, പരീക്ഷണം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവെ നീയാണ് കാരുണ്യവാൻ, നീയാണ് നിഅ്മത്തുകൾ നൽകുന്നവൻ, അള്ളാഹുവെ നീയാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അള്ളാഹുവെ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ റബ്ബേ എന്ന് റബ്ബിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സൗകര്യത്തിൽ ജീവിക്കുന്നവരായിരിക്കും ഒരുപക്ഷെ നമ്മൾ, ഒരുപാട് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കും നമ്മൾ. പക്ഷേ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു നിമിഷം മതി ഒരുപക്ഷെ ഇത് നമ്മിൽ നിന്നെല്ലാം നഷ്ടമായി പോകാൻ. ഇമാം ഷാഫി പറയാറുണ്ട്, അർദുല്ലാഹു വാസിഅത്തുൻ വലാകിൻ ഇദാ നസലൽ ഖളാ ലോക്കൽ ഫലാഉ.
അള്ളാഹിൻ്റെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശാലമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഭൂമിയിൽ നിന്ന് എത്രയോ ദൂരത്തേക്കുള്ള നമ്മുടെ നോട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർദുല്ലാഹ വാസിഅത്തുൻ, അള്ളാഹിൻ്റെ പ്രപഞ്ചം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്, വളരെ വിശാലമാണ്. ഇത്രയും ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ വിശാലമായ പ്രപഞ്ചമാണ് അല്ലെങ്കിൽ ഭൂമിയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷേ ഇദാ നസലൽ ഖദാ ലോക്കൽ ഫദാഉ, അള്ളാഹുവിൻ്റെ ഒരു വിധി വരികയാണെങ്കിൽ ആ പ്രപഞ്ചം മുഴുവൻ നമുക്ക് കുടുസായി തോന്നും. നമ്മൾ എവിടെ പോയി ഒളിക്കാൻ നോക്കിയാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇത് മറ്റൊരു രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് ഇൻ കുന്തും ഫീ ബുറൂജി മുശയ്യദ. നിങ്ങൾ എവിടെ ചെന്ന് ഒളിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മരണം പിടിപെടുക തന്നെ ചെയ്യും. ഇൻ കുന്തും ഫീ ബുറൂജി മുശയ്യദ, നിങ്ങൾ കെട്ടിമൂടപ്പെട്ട ഒരു പെട്ടിയുടെ ഉള്ളിലാണെങ്കിൽ പോലും നിങ്ങളെ മരണം പിടിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെയെല്ലാം സഞ്ചരിച്ചാലും ഏതെല്ലാം തരത്തിൽ നമ്മൾ നീങ്ങിയാലും റബ്ബ് പൂർണ്ണമായും നമ്മെ കാണുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യവും നമ്മളെപ്പോഴും മനസ്സിലുണ്ടാക്കണം. നമ്മൾ ആലോചിക്കുക, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മഹോന്നതരായ സൃഷ്ടികളാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടതും ഈ പറഞ്ഞ പ്രവാചകന്മാരാണ്. എന്നാലോചിച്ച് നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും. നമ്മളാലോചിക്കുക, നമ്മൾക്ക് ഈ ഒരു സമകാലിക കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും ഒരു വലിയ ഭയാനകമായ ഒരു അവസ്ഥയുള്ളൊരു പ്രശ്നം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസവും ക്ഷമയും ഉള്ളതുകൊണ്ട് ഒരു തീയോട് പറയണം, അള്ളാഹു യാ നാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. എന്നാലോചിക്കുക, അള്ളാഹുയെ നമ്മൾ അള്ളാഹിൻ്റെ അടുക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹ് നമുക്ക് ഉത്തരം നൽകുന്ന വഴികൾ വളരെ വ്യത്യസ്തമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അവസ്ഥ നമ്മൾ നോക്കിയാൽ തീയോട് റബ്ബ് പറയാണ്, യാ നാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. നമ്മൾ ചിന്തിച്ചു നോക്കുക, തണുപ്പ് ഒരു പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പറയാമെങ്കിലും വിചാരിക്കാം, പക്ഷേ തീ ഒരിക്കലും ഒരു മനുഷ്യനും സമാധാനം നൽകിയിട്ടില്ല. ഒരു മനുഷ്യനും സമാധാനം നൽകിയിട്ടില്ല, തണുപ്പും നൽകിയിട്ടില്ല. എന്നാലും തീ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതൊരു ചെറിയ ഗ്യാസിലെ തീയാണെങ്കിലും, ഒരു ലൈറ്ററിലെ തീയാണെങ്കിലും, ഒരു തീപ്പെട്ടിയിലെ തീയാണെങ്കിലും, ഒരു ചെറിയ പേപ്പറിലെ തീയാണെങ്കിൽ പോലും തീ ഒരിക്കലും മനുഷ്യന് സമാധാനം നൽകിയിട്ടില്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഒരു വലിയ കണ്ടുപിടുത്തം തന്നെയായിരുന്നു തീ. പക്ഷേ ആ തീ ഒരിക്കലും മനുഷ്യന് സമാധാനം എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടെത്തിയിട്ടില്ല. തീയിലെപ്പോഴും മനുഷ്യന് ഭയമായിരുന്നു. ആ തീയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സമാധാനമാക്കി മാറ്റി. നാലിക്കണം, അള്ളാഹ് വിചാരിച്ചാൽ ഇവയെല്ലാം വളരെ നിസ്സാരമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കഴിവുകൾ പറയുകയാണെങ്കിൽ അള്ളാഹു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മുടെ ചിന്തകൾക്കപ്പുറം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറം കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത്രയോളം മഹോന്നതമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു സ്വർഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. വജസാഉം ബിമാ സബറു ജന്നത്തൻ വഹരീറ, അവർ ക്ഷമിച്ചതിൻ്റെ പേരിൽ നാളെ അള്ളാഹിൻ്റെ അടുക്കൽ അവർക്ക് പട്ടുവസ്ത്രങ്ങളും പൂന്തോട്ടങ്ങളും തോട്ടങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ആലോചിക്കണം, നമ്മൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത് മഹത്തരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്വർഗമാണ്. അതിനുവേണ്ടി നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഭയം കൊണ്ട് നമ്മളെ പരീക്ഷിക്കപ്പെട്ടേക്കാം, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം. റമദാൻ മാസം കഴിഞ്ഞുപോയി. നമ്മൾ ആ സമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളൊന്നും നമ്മൾ കഴിക്കാത്തത് റബ്ബിനെ മാത്രം തവക്കുലാക്കി തഖ്വയുള്ളവരായി നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പടിയാണ്. നമ്മളെന്നാലോചിച്ചാൽ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ജനങ്ങൾ മരണപ്പെട്ടു പോകുന്നു, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങൾ മരണപ്പെട്ടു പോകുന്നു. ആ സമയത്ത് നമ്മൾ ചിലപ്പോഴെങ്കിലും ഒക്കെ പറയാറുണ്ടായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, അള്ളാഹ് നേരത്തെ വിളിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവരെ വേർപിരിഞ്ഞ് നമുക്കൊരു ഗുണപാടാണ്, നമ്മളൊരു പരീക്ഷണമാണ്. അവരുടെ വേർപാടിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രവാചകരെ ഇന്നക മയ്യിത്തുൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, പ്രവാചകരെ താങ്കൾ മയ്യത്താണ്, വ ഇന്നഹും മയ്യിത്തൂൻ, അവരും മരണപ്പെടുവാനുള്ളവരാണ്.
നമ്മൾ മരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു, അതുകൊണ്ട് നമ്മളും മരണപ്പെടും. നമ്മളും നാളെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങുവാനുള്ളവരാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിചാരമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ഷമയുള്ളവരായി മാറുക. അത്തരത്തിൽ ക്ഷമാശീലരായി മാറി റബ്ബിന്റെ അടുക്കൽ അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടായപ്പോഴും റബ്ബേ, നിന്റെ സ്വർഗത്തിന് വേണ്ടി ഇവയെല്ലാം ഞാൻ ക്ഷമിച്ചവനാണ് തമ്പുരാനെ എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ട് നിറയുമ്പോൾ നമ്മൾ അതെല്ലാം മാറ്റി നിർത്തി തഖ്വയുള്ളവരായി ജീവിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വമയ്യത്തഖില്ലാഹു യജ്അൽ ലഹു മഖ്റജ, അല്ലാഹുവിൽ പൂർണ്ണമായി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ അല്ലാഹു നമുക്ക് നിർബന്ധമായും എന്തായാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി കാണിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളുടെ മേൽ ഏറ്റവും കാരുണ്യമുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. റബ്ബ് നമ്മെ എല്ലാ കാലഘട്ടത്തിലും സംരക്ഷിക്കും എന്നുള്ളതാണ് ക്ഷമയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് എന്ത് പറ്റിയാലും ഇതിൻ്റെ ആത്യന്തികമായി നമുക്ക് ഒരു വലിയ വിജയം വരാനുണ്ട് എന്നൊരു വിശ്വാസമായിരിക്കണം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങൾക്കും നമ്മൾ സഹിച്ചതിൻ്റെ പേരിൽ, ക്ഷമിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ അതിയായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കൊണ്ട് താങ്ങാൻ കഴിയാത്തതിലും അപ്പുറമുള്ള പ്രയാസങ്ങൾ നൽകാതിരിക്കുവാൻ റബ്ബിൻ്റെ അടുക്കൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന 100 കൂട്ടം ജനങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് തമ്പുരാനെ. അവരുടെ എല്ലാ അസുഖങ്ങളും നീ എത്രയും പെട്ടെന്ന് തന്നെ ഷിഫ പ്രദാനം ചെയ്ത് അവർക്ക് ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യുവാൻ അല്ലാഹുവേ അവർക്ക് നീ തൗഫീക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ വലുതും ചെറുതുമായ തെറ്റുകുറ്റങ്ങളും റബ്ബേ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ജനങ്ങൾ അല്ലാഹുവേ, അവരുടെ കടങ്ങൾ വീട്ടി സമാധാനപരമായിട്ടുള്ള ജീവിതം അല്ലാഹുവേ അവർക്ക് നീ പ്രദാനം ചെയ്യുമാറാകണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ പ്രയാസം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന വിശ്വാസികളെ അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കുമാറാകണേ തമ്പുരാനെ. യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നിറവേറ്റി ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം അവർക്കെല്ലാവർക്കും നീ പ്രദാനം ചെയ്യുമാറാകണേ തമ്പുരാനെ. അല്ലാഹുവേ, നമ്മുടെ അടുത്ത തലമുറയെ ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളാക്കി അല്ലാഹുവേ നീ മാറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നീ സ്വീകരിച്ച് നീ ഞങ്ങളെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.